സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഏത്തയ്ക്ക അല്ലെങ്കിൽ നേന്ത്രക്കായ മെഴുക്കുപുരട്ടിയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. മറ്റ് കറികളൊന്നുമില്ലെങ്കിലും ചോറിൻ്റെ കൂട്ടത്തിൽ ഇളക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഏത്തയ്ക്ക മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയാണ് ഇത്. മീഡിയം സൈസിലുള്ള 2 ഏത്തയ്ക്ക കുറച്ച് നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏത്തയ്ക്കായുടെ തൊലിയിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതിനാൽ തൊലി കളയാതാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങളും തൊലി കളയാതെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കഴുകി ക്ലീനാക്കി എടുത്ത ഏത്തയ്ക്കയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിനാവശ്യമായ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് വേവിച്ചെടുത്താൽ മതി. എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം സ്റ്റൗവിൽ വെച്ച് വെള്ളം വറ്റി കിട്ടുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ അടപ്പൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് വെള്ളം കൂടി പറ്റി വരാനുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് ആ വെള്ളം കൂടി പറ്റിച്ചെടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് ബാക്കിയുള്ള വെള്ളമെല്ലാം പറ്റി ഏത്തയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇളക്കി കൊടുത്ത് ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ പച്ചമണം മാറി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഫ്രഷ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നിങ്ങളാരും സ്കിപ്പ് ചെയ്യരുത്. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇതിലേക്ക് ഇനി വെന്ത ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കാം. സവാളയും ഏത്തയ്ക്കായും എല്ലാം നല്ലവണ്ണം മിക്സ് ആകുന്നത് പോലെ സാവധാനത്തിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 4-5 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ഒരു ഏത്തയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഇത്. നിങ്ങൾ ഈ രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.